പൃഥ്വിരാജ് ഒന്നും അറിയുന്നില്ലേ? എനിക്കൊന്നും അറിയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നു ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയേനെ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതളപാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിൽ. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു. പുറത്തൊരാൾ ഇതറിയുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ വീടിന് തീ വെക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുക. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെയൊക്കെ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോൾ, ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളുണ്ട്. അതിലേക്ക് ഒരിക്കൽ കൂടി. ഞാൻ സുരക്ഷിതമാക്കാം എന്നെനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം. ഇതിപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞു. പൃഥ്വിയുടെ നിയന്ത്രണത്തിലുള്ള വർക്ക് സ്പേസിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്നതാണ് അതിഗുരുതരമായ ആരോപണം. നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച. അവർക്ക് നേർക്കൊക്കെ കണ്ണടച്ചിട്ടാണോ മറ്റു കാര്യങ്ങളിലൊക്കെ കണ്ണ് തുറന്ന താരം പ്രതികരിച്ചത്? ഈ വിഷയത്തിൽ പൃഥ്വിരാജിന്റെ ഒരു പ്രതികരണം പൃഥ്വിരാജ് നൽകണം. കാര്യം പൃഥ്വിരാജ് അത് പറയാൻ ബാധ്യസ്ഥനാണ്. എന്നാലും ഒരു ഭയം പോലെ അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവേറടാ മോളെ.